ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ആകാശ ദുരന്തമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. എയർ ഇന്ത്യ വിമാന അപകടത്തെ തുടർന്ന് നടുക്കം മാറാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴിതാ വിമാന അപകടങ്ങളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപകടത്തിൽ വിമാനം മുഴുവനായി തകർന്നാൽ എത്ര രൂപ നഷ്ടപരിഹാരം കിട്ടും? ഇൻഷുറൻസ് തുക എത്രയായിരിക്കും? യാത്രക്കാർക്ക് എന്ത് ലഭിക്കും? മാത്രമല്ല, വിമാന അപകടത്തിൽപ്പെടുന്ന സ്ഥലത്തുണ്ടാകുന്ന കേടുപാടുകൾക്കും നഷ്ടപരിഹാരം ഉണ്ടോ? അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും? ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും സ്വാഭാവികമായും ഉണ്ടാകും. അതിനാൽ തന്നെ അതൊന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാന അപകടത്തെ തുടർന്ന് 1 കോടി വീതം ടാറ്റ ഗ്രൂപ്പ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ആദ്യഘട്ട നഷ്ടപരിഹാരമായാകും കണക്കാക്കുക. മാത്രമല്ല, ടാറ്റ ഗ്രൂപ്പിന് വിമാനത്തിന്റെ ഇൻഷുറൻസും ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വിമാനത്തിന്റെ പഴക്കം പരിശോധിച്ച് റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചായിരിക്കും നഷ്ടം ലഭിക്കുക എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പരിശോധിക്കാം എയർലൈൻ ഇൻഷുറൻസ് സാധാരണയായി എന്താണ് പരിരക്ഷിക്കുന്നതെന്ന്. അതായത് ഈ സ്കീമിൽ 3 പ്രധാന ഘടകങ്ങളാണ് സാധാരണയായി ഉൾപ്പെടുന്നത്. അപകടത്തിൽ വിമാനത്തിനുണ്ടാകുന്ന നാശനഷ്ടം, വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ നിയമപരമായ ബാധ്യതകൾ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മൂന്നാം കക്ഷി ബാധ്യത. അതായത് ഇതിൽ യാത്ര ചെയ്യുന്നവരുടെ നിയമപരമായ ബാധ്യതകൾ എന്ന് പറയുന്നത് യാത്രക്കാരുടെ പരിക്ക് അല്ലെങ്കിൽ മരണം എന്നതാണ്. മൂന്നാം കക്ഷി നിയമപരമായ ബാധ്യത എന്ന് പറയുന്നത് വിമാന അപകടത്തിൽ ഭൂമിയിലുള്ള ആളുകൾക്കുണ്ടാകുന്ന പരിക്ക്, മരണം അല്ലെങ്കിൽ സ്വത്ത് നാശനഷ്ടങ്ങൾ എന്നതാണ്. ഈ 2 ബാധ്യത ക്ലെയിമുകളും അതത് ഇൻഷുറർമാരും റീ ഇൻഷുറർമാരും കവർ ചെയ്തു വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എയർ ഇന്ത്യ വിമാന അപകടം പോലുള്ള സംഭവങ്ങൾ നയിക്കുന്നത് മൊത്തം നഷ്ടത്തിലേക്കാണ്. അതായത് വിമാനം പൂർണ്ണമായും നശിച്ച അവസ്ഥയാണ്. നന്നാക്കാൻ ഇനി സാധിക്കില്ല എന്ന് മാത്രമല്ല, വീണ്ടെടുക്കാവുന്ന ഭാഗങ്ങളും ആ വിമാനത്തിലില്ല. അങ്ങനെ വരുമ്പോൾ ആകെ കണക്കാക്കിയ നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം $130 മില്യൺ വരെ ആകാമെന്നാണ്. കണക്കുകളൊന്ന് ഏകദേശം പരിഗണിക്കുകയാണെങ്കിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് $80 ദശലക്ഷം അതുമായി ബന്ധപ്പെട്ട മറ്റു ബാധ്യതകൾക്ക് $50 ദശലക്ഷം ഉൾപ്പെടും. ഇവ ഏകദേശം കണക്കുകളാണ്. അതിൽ ഈ കണക്കുകൾ കൂടിയും കുറഞ്ഞും വ്യത്യാസം വരാം. ഇക്കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങളും നിയമവ്യവസ്ഥകളും നിലവിലുണ്ട്. ഇതിനായി ഇൻഷൂർ ചെയ്യുന്നതിന് മുമ്പുള്ള വിമാനത്തിന്റെ സ്ഥിതിയും പരിശോധിച്ച് പരിഗണിക്കുന്നതായിരിക്കും. വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ നിയമപരമായ ബാധ്യത സംഭവ സമയത്ത് ഉണ്ടായ പരിക്കുകൾക്കോ മരണകാരണങ്ങൾക്കോ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നു എന്നതാണ്. ഇലക്ട്രോണിക്സ് ഉൾപ്പെടെയുള്ള ബാഗേജ് നഷ്ടവും എയർലൈൻസ് ഇൻഷുറൻസിന് കീഴിൽ വരുന്നതാണ്. അതുമാത്രമല്ല, വ്യക്തിഗത യാത്രാ ഇൻഷുറൻസ് ഉള്ള യാത്രക്കാർക്ക് അടിയന്തര മെഡിക്കൽ ചെലവുകളും യാത്രാ തടസ്സങ്ങളും ഉൾപ്പെടെയുള്ള കൂടുതൽ ആനുകൂല്യങ്ങളും ലഭിക്കാനും അർഹതയുണ്ട്. അങ്ങനെ മൊത്തം നഷ്ടമുണ്ടാകുന്ന സാഹചര്യത്തിൽ വിമാനത്തിന്റെ ഇൻഷുറൻസ് എങ്ങനെ കണക്കാക്കും? ആ നഷ്ടപരിഹാരം ആര് വഹിക്കുമെന്ന് കൂടി പരിശോധിക്കാം. നഷ്ടപരിഹാരം ലഭിക്കുക ഏകദേശം 75 മുതൽ 85 മില്യൺ വരെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് വിമാനം മൊത്തം നഷ്ടത്തിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യത്തിൽ മുഴുവൻ തുകയും ലഭിക്കേണ്ടതാണ്. ഇതിൽ ഒന്നിലധികം ഇൻഷുറർമാരും റീ ഇൻഷുറർമാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും സമയമെടുക്കുന്നത് ബാധ്യതാ ക്ലെയിമുകൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. അതായത് സാധാരണയായി 2 മുതൽ 3 വർഷം വരെ സമയമെടുക്കും. ചിലപ്പോൾ അതിൽ കൂടുതൽ സമയമെടുക്കും. നിയമ നടപടികളെ ആശ്രയിച്ചായിരിക്കും ബാധ്യതാ ക്ലെയിമുകൾ പരിഹരിക്കുക. ന്യൂ ഇന്ത്യ അഷുറൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.